നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത്. നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. എന്താണ് പറ്റിച്ചത്? എന്റെ പൈസ 2.5 കോടി രൂപ ചെലവാക്കിയത് നേരിട്ട് കാണാലോ. നമസ്കാരം. സംവിധായകൻ സനൽകുമാർ ശശിധരൻ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ അദ്ദേഹം മഞ്ജു വാര്യരുടെ ചിത്രങ്ങൾ പങ്കുവെക്കുകയും അതിൽ മഞ്ജു വാര്യരോട് വലിയ പ്രണയം തനിക്കുണ്ടെന്ന് സനൽകുമാർ ശശിധരൻ പറയുന്ന പോസ്റ്റുകൾക്ക് പിന്നാലെ ഇപ്പോൾ ഒരു ചെറിയ വിവാദവും കൂടി തിരികൊടുത്തിരിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. അദ്ദേഹത്തിൻ്റെ ചിത്രമായ ചോല, അതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ജോജു ജോർജും നിമിഷ സജയനുമായിരുന്നു. സംസ്ഥാന അവാർഡ് വരെ ജോജുവിനും നിമിഷയ്ക്കും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ തർക്കം, ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. നമുക്കതിൻ്റെ മുഴുവൻ ഓഡിയോ സന്ദേശത്തിലേക്ക് പോകാം. ഇപ്പൊ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. അയ്യോ, നിങ്ങൾ വലിയ ആളല്ലേ? അല്ല, നീ കുറച്ചു മുമ്പേ നീ എന്നെ എന്തോ ചെയ്യുന്ന പറഞ്ഞിട്ട് ചീത്ത വിളിച്ചല്ലേ? ഈ റെക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല, സത്യസന്ധമായിട്ട് റെക്കോർഡ് ചെയ്ത് മാധ്യമത്തിലിടും. മാധ്യമത്തിലിടണം. എന്നാൽ ഞാൻ പറയുന്നത് മൊത്തം കേട്ടിട്ട് നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത് എന്തിനാ? അല്ല, ഒറ്റ നീ ആദ്യം ചോദിച്ചിട്ട് ഉത്തരം പറ. നീ നേരത്തെ എന്നെ ചീത്ത വിളിച്ചിട്ട് കട്ട് ചെയ്ത് എന്തിനാ? ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിംഗ്, ഇത്രയും ക്യാരക്ടർ ഇല്ലാത്തൊരു മനുഷ്യൻ താങ്കളേ ഉള്ളൂ. പറഞ്ഞു കേട്ടോ. അതായത് ദൈവം നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി തന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി 1.5 കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി. നിങ്ങൾക്ക് ലാഭം തന്ന് ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി. അത് കഴിഞ്ഞ് എനിക്ക് ലാഭം തന്നു. നിങ്ങൾക്ക് ശമ്പളം തന്നത് എന്റെ റെക്കോർഡ് ഉണ്ടല്ലോ. എന്ത് ശമ്പളം തന്നത്? ശമ്പളം തന്നിട്ടില്ലേ? 1 രൂപ തന്നിട്ടില്ലേ? ഈ ഓഡിയോ സംഭാഷണം സംവിധായകൻ സനൽകുമാർ ശശിധരൻ പുറത്തുവിട്ടതോടുകൂടി തന്നെ ഒരു വലിയ കുറിപ്പ് കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അത് വായിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്താണ് ചോലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളത് സംബന്ധിച്ചൊരു കൃത്യമായ ധാരണ സനൽകുമാറിൻ്റെ വ്യൂ പോയിന്റിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ, ചോല എന്ന സിനിമ പൂർത്തിയായ ശേഷം അതിൻ്റെ പ്രൊഡക്ഷനിൽ ഭാഗമാക്കാമോ എന്ന് ജോജു ജോർജ് എന്നോട് ചോദിച്ചു. ഷാജി മാത്യു അത് വിൽക്കുന്നുണ്ട് എങ്കിൽ അത് വാങ്ങാൻ തയ്യാറാണെന്നും അയാൾ പറഞ്ഞു. അങ്ങനെയാണ് ഷാജി മാത്യുവിൽ നിന്നും 86 ലക്ഷം രൂപയ്ക്ക് ജോജു ജോർജിൻ്റെ അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻ ഹൗസ് ചോല വാങ്ങുന്നത്. ജോജുവിന് ആ സിനിമയിൽ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അധികം പണം മുടക്കി അത് റിലീസ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സിനിമയുടെ സ്വഭാവം മാസ് ഓഡിയൻസിന് ദഹിക്കുന്നതല്ലാത്തതുകൊണ്ട് 40-50 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. ജോജു അത് കേട്ടില്ല. അയാൾ അതിൽ എത്ര പണം ചെലവാക്കി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ 140 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സിനിമ 3 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ തിയേറ്ററിൽ നിന്നും പിൻവലിക്കപ്പെട്ടു. എന്നോട് ജോജു പറഞ്ഞത് തിയേറ്ററിൽ ആളില്ലാത്തത് കൊണ്ട് പിൻവലിച്ചു എന്നാണ്. സിനിമ ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ തിയേറ്ററിൽ പോലും നിലനിർത്താതെ സിനിമ പിൻവലിച്ചത് എന്തിനാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായിരുന്നില്ല. സിനിമ പിൻവലിച്ചെങ്കിലും എന്നെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ ഉടൻ തന്നെ അത് ആമസോണിൽ റിലീസ് ചെയ്തിരുന്നു. ആ സിനിമയുടെ പ്രേക്ഷകരെ അത് കണ്ടെത്താൻ തുടങ്ങും മുമ്പ് ആമസോണിൽ നിന്നും 24 മണിക്കൂറിനകം സിനിമ പിൻവലിക്കപ്പെട്ടു. ഞാൻ വഴക്കുണ്ടാക്കിയപ്പോൾ ചോല വീണ്ടും 4-5 ദിവസങ്ങൾക്ക് ശേഷം ആമസോണിൽ വന്നുവെങ്കിലും ഇന്ത്യയിൽ മാത്രമാണ് അത് ലഭ്യമായിരുന്നത്. ഇപ്പോൾ അത് അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഗുഡ് മൂവീസ് എന്നൊരു കമ്പനിയായിരുന്നു ചോലയുടെ അന്താരാഷ്ട്ര വിതരണം നടത്തിയിരുന്നത്. അവരോട് വിതരണം നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജോജു ജോർജിൻ്റെ കമ്പനിയിൽ നിന്നും ഒരു ഇമെയിൽ പോയതിനെ തുടർന്ന് ജോജുവിൻ്റെ സുഹൃത്തും ചോലയുടെ കേരളത്തിലെ വിതരണം നടത്തിയിരുന്ന ആളുമായ സുരാജിനെ ഞാൻ വിളിച്ചു. ചോലയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദിലീപേട്ടനുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അത് അന്വേഷിക്കാൻ ഞാൻ ജോജുവിനെ പലതവണ വിളിച്ചിരുന്നു. ജോജു ഫോൺ എടുക്കാതെ വന്നപ്പോഴാണ് ഞാൻ ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പോസ്റ്റ് ആളുകൾ ശ്രദ്ധിച്ചതോടെ ക്ഷുഭിതനായ ജോജു എന്നെ വിളിച്ച് തെറി പറഞ്ഞു. വീട്ടിൽ വന്ന് തല്ലുമെന്നും പറഞ്ഞു. അത് ഞാൻ റെക്കോർഡ് ചെയ്തുവെന്ന് ഭയന്നിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത ശബ്ദരേഖയാണ് ഇത്. ചോല എന്ന സിനിമ അല്ലി എന്ന പേരിൽ തമിഴ് ഡബ്ബ് ചെയ്ത് സെൻസർ ചെയ്തിരുന്നു. കാർത്തിക് സുബ്ബരാജിൻ്റെ സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷൻസ് ആയിരുന്നു അതിൻ്റെ കോ പ്രൊഡ്യൂസർ. അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായെങ്കിലും ആ സിനിമ പിന്നെ വെളിച്ചം കണ്ടില്ല. പിന്നീട് ഞാൻ അതിൽ പ്രവർത്തിച്ച സ്റ്റോൺ ബെഞ്ചിൻ്റെ പ്രതിനിധിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ സിനിമ ജോജു തന്നെ വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. എന്നോട് ഒരു തരം ആലോചനയും നടത്താതെയാണ് ജോജു ഇത് ചെയ്തത്.
ഓടാതെ പെട്ടിയിലിരുന്ന ചോല എന്ന സിനിമ എന്തിന് ദിലീപേട്ടൻ വാങ്ങണമെന്നൊരു സംശയം അന്ന് തന്നെ എനിക്കുണ്ടായിരുന്നു. ഷാജി മാത്യുവിൽ നിന്ന് എൻ്റെ മറ്റ് സിനിമകളുടെ എല്ലാ റൈറ്റുകളും മറ്റാരോ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നെനിക്ക് അറിവ് കിട്ടിയിരുന്നു. അത് ഇയാളാണോ എന്നെനിക്കറിയില്ല. ജോജു എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ഞാൻ പുറത്തുവിടുമെന്ന് ഭയന്ന് അഖിൽ മാരാർ എന്നയാൾ മുഖേന ഒരു ഒത്തുതീർപ്പ് സംസാരമുണ്ടായിരുന്നു. ആ കോളുകളെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചോലയുടെ ഇൻ്റർനാഷണൽ റൈറ്റ്സും യൂട്യൂബ് റൈറ്റ്സും എനിക്ക് എഴുതി നൽകാൻ ജോജു ജോർജ് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാണ് അഖിൽ മാരാരുമായുള്ള സംഭാഷണം അവസാനിച്ചത്. പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് സംഗീത ലക്ഷ്മണ എന്ന വക്കീലിൽ നിന്നും ഒരു വക്കീൽ നോട്ടീസാണ്. ചോലയിൽ എനിക്ക് അവകാശമില്ല എന്നും അയാൾ കേസ് കൊടുക്കുമെന്നുമായിരുന്നു അത്. അതിന് ഞാൻ മറുപടി നൽകി. കേസ് ഉണ്ടായില്ല. പകരം എനിക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടി. ജോജു ഒരു നല്ല മനുഷ്യൻ എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്നതിനൊരു നല്ല ഉദാഹരണമായിരുന്നു ജോജുവുമായുള്ള ബന്ധം എനിക്ക് തന്നത്. സമാനമായതാണ് ടൊവിനോ തോമസ് ഉണ്ടായതും. ചോല, കയറ്റം, വഴക്ക് എന്നീ ചിത്രങ്ങളൊക്കെ പൂഴ്ത്തിവെച്ചതിന് പിന്നിൽ ശ്രമിച്ചത് ഒരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ നിഗമനം. മഞ്ജു വാര്യരുമായുള്ള എൻ്റെ അടുപ്പമായിരുന്നു അതിന് കാരണം. എന്താണ് അയാൾക്ക് അതിനുള്ള പ്രകോപനം എന്നെനിക്കറിയില്ല. എന്തുകൊണ്ട് കയറ്റം പുറത്തു വന്നില്ല എന്ന് മഞ്ജു വാര്യർക്കറിയാം. അതിനു പിന്നിലുള്ള വ്യക്തിയെയും അവർക്കറിയാം. മഞ്ജു വാര്യർ വാ തുറന്നാൽ ബിനീഷ് ചന്ദ്രനെ പോലെ മുഖം മൂടിയിട്ട് ഈ ക്രിമിനലും വെളിച്ചത്താകും. ബിനീഷ് ചന്ദ്രൻ എന്നയാൾ ഇയാളുടെ കയ്യാളാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇതാണ് സനൽകുമാർ ശശിധരൻ്റെ പോസ്റ്റർ. ഇതിൽ കൃത്യമായി ചില താരങ്ങളുടെ പേര് സനൽകുമാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം വഴക്കെന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ടൊവിനോയുമായിട്ട് അത്ര രസത്തിലൊന്നുമല്ല സനൽകുമാർ ശശിധരൻ. അതുകൊണ്ട് തന്നെയാണ് വഴക്കെന്ന ചിത്രം ഇപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രവും കൂടിയാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വോളിലൂടെ തന്നെ അദ്ദേഹം മുഴുവൻ ചിത്രം അത് റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നതാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് മഞ്ജു വാര്യരുമായി വലിയ പ്രണയത്തിലാണെന്ന് സനൽകുമാർ നിർത്താതെ നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു ഫേക്ക് ഓഡിയോ സംഭാഷണം മഞ്ജു വാര്യരുടെ ശബ്ദമാണെന്ന് തന്നെ പ്രേക്ഷകരെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു ഫേക്ക് ഓഡിയോ സംഭാഷണം പുറത്തുവിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം തന്നെ സനൽകുമാർ കൃത്യമായ പ്ലാനോടുകൂടിയാണോ ചെയ്യുന്നത് എന്നുള്ള സംശയത്തിൽ നിൽക്കുമ്പോഴാണ് ജോജു ജോർജുമായി ഇപ്പോൾ ഒരു ഫോൺ സംഭാഷണം പുറത്തുവിടുന്നത്. ജോജുവുമായി താൻ ആദ്യം ഒരു ഫോൺ സംഭാഷണത്തിൽ ജോജു തെറി വിളിച്ചുകൊണ്ട് കട്ട് ചെയ്തു. പിന്നാലെ വിളിച്ചത് റെക്കോർഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജോജു മയത്തിൽ സംസാരിക്കുന്നതെന്നൊക്കെയാണ് സനൽകുമാർ പറയുകയും ചെയ്യുന്നത്. ചോല എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഈ സിനിമ ജോജുവിൻ്റെ കരിയറിൽ തന്നെ ജോജുവിൻ്റെ ഒരു വ്യത്യസ്തമായ പ്രകടനവും കൂടി കാഴ്ചവെച്ചൊരു സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചോലയെ ജോജു തന്നെ നശിപ്പിച്ചത്, കൊന്നത് എന്നതാണ് സനൽകുമാർ ശശിധരൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതിൽ ഇന്നും തനിക്ക് സംവിധായകൻ എന്ന രീതിയിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നത് മാത്രമല്ല, ചോല എങ്ങനെയാണോ താൻ പ്ലാൻ ചെയ്തിരുന്നത് അതുമായി നേരെ വിപരീതമായിട്ടാണ് ജോജു ആ സിനിമയെ സമീപിച്ചിരുന്നത്. വെറും 40-50 തിയേറ്ററുകളിലുള്ളിൽ മാത്രം റിലീസ് ചെയ്യാൻ മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനായിരുന്നു സനൽകുമാർ ശശിധരൻ. പക്ഷേ അത് 140ഓളം തിയേറ്ററുകളിൽ ആ സിനിമയുടെ ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ ആ സിനിമ വാങ്ങിക്കുകയും അതിൽ തനിക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്തു എന്ന് ജോജു പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വൈഡ് റിലീസിലേക്ക് പോകരുതെന്ന് താൻ പറഞ്ഞിരുന്നതാണ്. എന്നിട്ട് പോലും ആ നിർദ്ദേശം ജോജു വകവെച്ചില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ഈ ഓഡിയോ സംഭാഷണത്തിൽ കൃത്യമായി ജോജു പറയുന്ന ഒരു കാര്യം, നിങ്ങളെപ്പോലൊരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്നുള്ളത് മോശമായ അർത്ഥത്തിൽ കൂടി പറയുകയാണ്. ഒരു ക്യാരക്ടർ ഇല്ലാത്തൊരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്ന് ജോജു സനൽകുമാറിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തർക്കങ്ങൾ അവസാനിക്കാതെ സനൽകുമാർ നേരെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം 3 ചിത്രങ്ങൾ പ്രധാനമായും ഇപ്പോൾ ചോലയും കൂടി വാർത്തകളിൽ ഇടം പിടിക്കുന്നതോടുകൂടി തന്നെ ചോല, വഴക്ക്, കയറ്റം ഈ 3 ചിത്രങ്ങളും സനൽകുമാറിന് നേരെ വിപരീതമായിട്ട് കാര്യങ്ങൾ മാറുന്നു. വഴക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയും കൂടിയാണ്. ആ സിനിമയുടെ ഉള്ളിലുള്ള കഥയും ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ ടൊവിനോയുടെ പ്രകടനമായിക്കോട്ടെ, ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായെങ്കിൽ പോലും വഴക്ക് അത്രമേൽ നല്ല രീതിയിലല്ല കാര്യങ്ങൾ മാറിയത്. സംവിധായകൻ നടനും തമ്മിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു വഴക്ക് ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പമാണ് കയറ്റം എന്ന സിനിമ എന്നോ ഷൂട്ട് ചെയ്യപ്പെട്ട സിനിമ ഇന്നും പെട്ടിയിലിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്. മാത്രമല്ല ബിനീഷ് ചന്ദ്രനെ ഉന്നം വെച്ചുകൊണ്ടും സനൽകുമാർ ഈ ഒരു പോസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത് മഞ്ജു വാര്യർക്ക് അറിയാം. അതുകൊണ്ടാണ് മഞ്ജു വാര്യർ കയറ്റവും എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം മിണ്ടാത്തത് എന്നും സനൽകുമാർ ഒരു ഒളിയമ്പ് മഞ്ജു വാര്യർക്ക് നേരെ ഇടുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജോജു ജോർജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒരു വഴി തുറന്ന് വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ സനൽകുമാർ ശശിധരൻ US-ലാണ്, നാട്ടിലില്ല. നാട്ടിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് തനിക്കുള്ളത് എന്നുള്ളതാണ്. കാരണം നാട്ടിൽ വന്നാൽ തൻ്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നുള്ളതാണ് സനൽകുമാർ പറയുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ജോജുവിൻ്റെ
ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തത അതെന്തായിരിക്കാം എന്നുള്ളത് സംബന്ധിച്ച്. കാരണം നിർമ്മാതാവും കൂടിയാണ് ജോജു ഈ ചിത്രവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിർമ്മാതാവിൻ്റെ ഒരു ആസ്പെക്റ്റും വളരെ പ്രസക്തമാണ്. കാരണം ഇപ്പോൾ സനൽകുമാറിൻ്റെ ഭാഗം മാത്രം കേട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും കാര്യങ്ങൾ കൃത്യമായ ഒരു വേർഡിക്ഷനിലേക്ക് കാര്യങ്ങൾ മാറാൻ പറ്റത്തില്ല. പക്ഷേ ജോജു ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം പറയാൻ തയ്യാറാണോ, അതോ ഒരു തരത്തിലും അഭിപ്രായം പറയാതെ ടൊവിനോയെ പോലെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണോ ജോജുവിൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്.